നമ്മുടെ SSBയിലേക്ക് നിരവധി നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്ന കാര്യം ഓൾറെഡി മുൻപ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ പലതിൻ്റെ അപേക്ഷ തുടങ്ങിക്കഴിഞ്ഞ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയും കുറച്ച് വീഡിയോസ് നമ്മൾ ചെയ്യാനായിട്ട് ബാക്കിയുണ്ടായിരുന്നു. ഓരോന്നോരോന്ന് ചെയ്ത് വന്നു. ഇനി ബാക്കിയുള്ളത് അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ ആണ്. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആണ് നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. എന്താണ് അതിൻ്റെ യോഗ്യത, എത്ര വേക്കൻസി ഉണ്ട് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതാണ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 20/4/2026 ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. 2026 വരെ മാത്രമേ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ, അതായത് 20/4/2026 വരെ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. അപേക്ഷ തുടങ്ങിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. ഈ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അപേക്ഷിക്കേണ്ട ലിങ്ക് എല്ലാം താഴെ കൊടുക്കാം. അതിന് മുൻപായിട്ട് യോഗ്യതകളൊക്കെ നിങ്ങൾ പ്രത്യേകം ഒന്ന് ചെക്ക് ചെയ്യുക. സോ വന്നിട്ടുള്ള പോസ്റ്റുകൾ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ, റേഡിയോഗ്രാഫർ ഉണ്ട്. ജനറലിന് 2 ഒഴിവ്, SCക്ക് 1 ഒഴിവ്. OBCക്ക് അപേക്ഷിക്കുമ്പോൾ ജനറലായിട്ടായിരിക്കും ഈ പോസ്റ്റിലേക്ക് പരിഗണിക്കാൻ ശ്രദ്ധിച്ചിരിക്കുക. EWS ആണെങ്കിലും ST ആണെങ്കിലും എല്ലാവരും അങ്ങനെ പരിഗണിക്കത്തുള്ളൂ. അപ്പോൾ 3 ഒഴിവുകളാണ് അവിടെ ഉള്ളത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ ജനറലിന് 1 ഒഴിവാണ് ഫാർമസിസ്റ്റിന് വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ടെക്നീഷ്യൻ എന്ന് പറയുന്നൊരു പോസ്റ്റ് ഉണ്ട്. അപ്പോൾ അവിടെ 1 ഒഴിവാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ ഡെൻ്റൽ ടെക്നീഷ്യനും 1 ഒഴിവാണ് വന്നിട്ടുള്ളത്. ടോട്ടൽ 7 ഒഴിവുകളാണ് നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഫാർമസിസ്റ്റിന് STയിൽ 1 ഒഴിവും കൂടിയുണ്ട്. ടോട്ടൽ ഒഴിവുകൾ നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാം. ഇനി നമുക്ക് ഈ പോസ്റ്റിൻ്റെ സാലറിയിലേക്ക് കിടക്കാം. സാലറി വരുന്ന ലെവൽ 5 ആണ്. 29,200 മുതൽ 92,300 വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന, 1,00,000 അടുത്ത് വരെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണ്. ഇത് ബേസിക് മാത്രമാണ്. അതിൻ്റെ കൂടെ ഒരുപാട് അലവൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ. ഇനി ഇതിൻ്റെ യോഗ്യത നമുക്ക് നോക്കാം. റേഡിയോഗ്രാഫർ 18 to 27 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. +2 ഉണ്ടായിരിക്കണം, ഡിപ്ലോമ ഉണ്ടായിരിക്കണം. 2 വർഷത്തെയാണ് പറഞ്ഞത് സമാന മേഖലയിൽ. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട് 1 വർഷത്തെ സമാന മേഖലയിൽ, അതും കൂടി ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പോസ്റ്റ് 18 to 27 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. +2 ആണ് വിദ്യാഭ്യാസ യോഗ്യത. ഡിപ്ലോമ ഇൻ ഫാർമസി ഉണ്ടായിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക. 2 വർഷത്തെയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഫാർമസിസ്റ്റ് അണ്ടർ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇൻസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നൈസ്ഡ് ബൈ സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നിങ്ങൾ ഡിപ്ലോമ എടുത്തിട്ട് അങ്ങനെ അപേക്ഷിക്കുക. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് വഹിക്കുന്നുണ്ട്. 1 ഇയർ എക്സ്പീരിയൻസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ +2 ഡിപ്ലോമ, 1 ഇയർ എക്സ്പീരിയൻസ്. ഇത് തന്നെയാണ് ഇവിടെയും ചോദിക്കുന്നത്. ട്രേഡിലായിരിക്കണം കേട്ടോ വേണ്ടത്. ട്രേഡ് എന്ന് പറയുമ്പോൾ ഫാർമസിസ്റ്റിൽ എന്ത് വേണം? ട്രേഡ് എന്ന് പറയുന്നത് സമാന മേഖല എന്ന് പറയുന്നത് എന്താണോ പോസ്റ്റ് അതിൻ്റെ എക്സ്പീരിയൻസ് വേണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഫാർമസിസ്റ്റ് കാണാൻ സാധിക്കും. 1 ഇയർ ഫാർമസിസ്റ്റ് ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഹോസ്പിറ്റൽ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നൈസ്ഡ് ബൈ സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ എവിടെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഷോർട്ടായിട്ട് പറയുന്നതാണ്, ചിലർക്ക് മനസ്സിലാവാൻ ചാൻസ് ഇല്ല. അതുകൊണ്ടാണ് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ഒരു പോസ്റ്റിൻ്റെ പറഞ്ഞു തന്നത്. സോ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യൻ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് കാണാൻ സാധിക്കും. അപ്പോൾ അതിന് 18 to 27 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. +2 ആണ് വിദ്യാഭ്യാസ യോഗ്യത. ഡിപ്ലോമ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഈ മേഖലയിൽ തന്നെ ഡിപ്ലോമയാണ് 2 വർഷത്തെ. അതുപോലെ തന്നെ ഈ മേഖലയിൽ തന്നെ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് 1 വർഷത്തെ എക്സ്പീരിയൻസ് കൂടി, 1 ഇയർ എക്സ്പീരിയൻസ് കൂടി ഓപ്പറേഷൻ തിയേറ്റർ ഒരു ഇതിൽ ഉണ്ടായിരിക്കണം എന്ന് കൂടി പറയുന്നുണ്ട്. ഇനി അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഡെൻ്റൽ ടെക്നീഷ്യൻ പോസ്റ്റാണ്. സോ 18 to 27 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. +2 ആണ് വിദ്യാഭ്യാസ യോഗ്യത. ഡിപ്ലോമ ഒരു സമാന മേഖലയിലുള്ള ഡിപ്ലോമ ചോദിക്കുന്നുണ്ട്. പിന്നെ വർക്ക് എക്സ്പീരിയൻസ് 1 ഇയറും കൂടി ചോദിക്കുന്നുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇതാണ് യോഗ്യത. ഇനി നമുക്കിതിൻ്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട ഡീറ്റെയിൽസിലേക്ക് കിടക്കുകയാണെങ്കിൽ 5 വർഷത്തെ ഇളവ് SC/ST ഉദ്യോഗാർത്ഥികൾക്ക് പ്രായത്തിലുണ്ട്. 3 വർഷത്തെ ഇളവ് OBC ഉദ്യോഗാർത്ഥികൾക്കും പ്രായത്തിൽ നൽകപ്പെടുന്നുണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഇനി നമുക്ക് ഇതിന് അപേക്ഷിച്ച് ഫസ്റ്റ് ഫേസിൽ സെലക്ഷനിൽ എന്തൊക്കെ വരും കാര്യങ്ങളും കൂടി നമുക്ക് നോക്കാവുന്നതാണ്. സെലക്ഷൻ പ്രോസസ്സിൽ ആദ്യം നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റാണ് വരുന്നത്. അതായത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റാണ് കേട്ടോ വരുന്നത്. ആൺകുട്ടികൾക്ക് 165 സെൻറ്റിമീറ്റർ ഉയരം വേണം, പെൺകുട്ടികൾക്ക് 155 സെൻറ്റിമീറ്റർ ഉയരം വേണം. ആൺകുട്ടികൾക്ക് ചെസ്റ്റ് 75 to 80 സെൻറ്റിമീറ്ററിലേക്ക് എക്സ്പാൻഡ് ചെയ്യാൻ സാധിച്ചിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇത് ആദ്യം നമ്മളെ ചെക്ക് ചെയ്യാണ് ചെയ്യുക. നമ്മുടെ ഹൈറ്റും ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാണ് ചെയ്യുന്നത്, ചെസ്റ്റും കാര്യങ്ങളൊക്കെ. പെൺകുട്ടികൾക്ക് ചെസ്റ്റ് വേണ്ട, ചെസ്റ്റ് മെഷർ ചെയ്യില്ല. ആൺകുട്ടികൾക്കാണ് ചെസ്റ്റ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ആയിരിക്കും നമുക്ക് ഫസ്റ്റ് സ്റ്റേജിൽ ഉണ്ടാവുക. ഇനി ST ഉദ്യോഗാർത്ഥികളാകുന്ന സമയത്ത് ST ഉദ്യോഗാർത്ഥികൾക്ക് 160 സെൻറ്റിമീറ്റർ ഉയരം വേണം. 148 സെൻറ്റിമീറ്റർ ഫീമെയിൽസിന് മതി. ചെസ്റ്റ് സെയിം തന്നെ. ചെസ്റ്റിൻ്റെ അളവ് ആൺകുട്ടികൾക്ക് ST ആണെങ്കിൽ അല്ലെങ്കിൽ സെയിം തന്നെയാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. സോ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് സെലക്ഷനിൽ വരുന്നത്. ആ ഒരു ഭാഗം നിങ്ങൾ കടന്നു കഴിഞ്ഞാൽ, അതായത് ഫസ്റ്റ് ഫേസ് നിങ്ങൾക്ക് നിങ്ങളുടെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കും. അത് നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിട്ടൺ എക്സാമിനേഷൻ ആയിരിക്കും ഉണ്ടാവുക. അത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. റിട്ടൺ എക്സാമിനേഷൻ്റെ ഈ ഒരു 10ാമത്തെ പേജിലായിട്ട് എക്സാമിനേഷൻ്റെ കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. സോ മറ്റുള്ള പോസ്റ്റുകൾക്കുള്ള പഠിക്കാനുള്ള PDF മെറ്റീരിയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാ ഉദ്യോഗാർത്ഥികൾക്കും പഠിക്കുമ്പോൾ ഉപകാരപ്പെടാറുണ്ട്. സോ അത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ട്. നമ്മുടെ ടീമിൻ്റെ നമ്പറൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഏകദേശം സിമിലർ, നമ്മുടെ SSCൻ്റെ ഒക്കെ സിമിലർ ആയിട്ടുള്ള ഭാഗം തന്നെയാണ് കേട്ടോ ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. പാർട്ട് 1ന് 50 മാർക്കാണ്. ജനറൽ നോളജ്, മാത്സ്, റീസണിങ്, ജനറൽ ഇംഗ്ലീഷ് ഓർ ഹിന്ദി അതൊക്കെ ഒന്ന് സെലക്ട് ചെയ്യാം. പിന്നെ പാർട്ട് 2ലേക്ക് എത്തുമ്പോൾ 100 മാർക്കിൻ്റെ ടെക്നിക്കൽ സബ്ജക്റ്റ്. ഇത് ടെക്നിക്കലി ഉള്ള പോസ്റ്റുകളാണല്ലോ ഇതിൽ കൂടുതൽ പറഞ്ഞത്. ആ ഒരു ടെക്നിക്കൽ ഫീൽഡുമായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും അവിടെ വരുന്നതെന്ന്
പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും മെഡിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഫൈനൽ ലിസ്റ്റ് ഇടും. മെഡിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഫൈനൽ ലിസ്റ്റ് വരും. ആ ഒരു ലിസ്റ്റിൽ ഫൈനൽ സെലക്ഷനിൽ വരുന്ന ഫൈനൽ ലിസ്റ്റിൽ വരുന്ന എല്ലാവർക്കും എന്ത് ചെയ്യുന്നതായിരിക്കും, ജോലി ലഭിക്കുന്നതായിരിക്കും. സോ ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് പറയാനുള്ളത്. സോ മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട. അപേക്ഷിക്കേണ്ട ലിങ്ക് പിന്നെ ഈ നോട്ടിഫിക്കേഷൻ ലിങ്ക് ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വായിക്കാം. താഴെ കമൻറ്റ് ബോക്സിലും ചോദിക്കാവുന്നതാണ്. കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വീഡിയോ ഇട്ടതിന് ശേഷം ഒരുപാട് നാൾ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ അപ്പം ചോദിച്ചാൽ ചിലപ്പോൾ റിപ്ലൈ കിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യുക, പുതിയ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടാകും. ആ പുതിയ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ലേറ്റായിട്ട് കാണാതിരിക്കുക വീഡിയോസ്. പരമാവധി ഇനി വരുന്ന പ്രോപ്പറായിട്ട് കാണുക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോസ്റ്റിൻ്റെ വീഡിയോ അപ്ഡേറ്റും കാര്യങ്ങൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഇപ്പോഴാണ് എടുത്തത്. 2 ദിവസം കഴിഞ്ഞിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം ഞാൻ അടുത്ത പോസ്റ്റിൻ്റെ പുറകെ പോയിട്ടുണ്ടാകും. അത് ഓരോരോ പോസ്റ്റ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ പോസ്റ്റിൻ്റെ കമൻറ്റ് ചെയ്യുമ്പോൾ ഏതാണ് പോസ്റ്റ് ASI ആണ്, അതായത് അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ ആണ്, അത് SSBയിൽ വന്നതാണ്. ആ ഡീറ്റെയിൽസ് പ്രോപ്പറായിട്ടൊന്ന് മെൻഷൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും നിങ്ങൾക്ക് കമൻറ്റ് റിപ്ലൈ ചെയ്യാനായിട്ട്. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ചിലർ കമൻറ്റ് ഇടുമ്പം കമൻറ്റ് റിപ്ലൈ ചെയ്യാൻ കൊടുക്കുന്നത് ഏതാണെന്ന് വ്യക്തമാക്കാമോ എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് അതും കൂടി വ്യക്തമായി കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്കുള്ള മറുപടി തരാനായിട്ട് എനിക്ക് സാധിക്കുന്നത് കൊണ്ടാണ് ആ ഒരു കാര്യം കൂടി പറഞ്ഞത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. മാക്സിമം സുഹൃത്തുക്കളൊക്കെ ഷെയർ ചെയ്യാനും മറക്കണ്ട.